വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ല. യോവേൽ പ്രവചനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീയ അധപ്പതനം കണ്ട് അവരനുതാപത്തോടും കണ്ണുനീരോടും കൂടെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് പ്രവാചകൻ അവരെ ആഹ്വാനം ചെയ്യുകയാണ്. ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വളരെയേറെ ആത്മീയ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നുണ്ടെങ്കിലും ക്രൈസ്തവ സഭയ്ക്ക് യഥാർത്ഥ ആത്മീയ ഉണർവും ശക്തിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. കൃത്രിമമായി ഉണ്ടാക്കുന്ന ഉണർവ് ശബ്ദകോലാഹലങ്ങളായി മാറുന്നു. തെറ്റ് ചെയ്തിട്ടും അത് ഏറ്റുപറയാതെ അഭിനയിക്കുന്ന അനേകരെ നമുക്ക് ചുറ്റും കാണുവാൻ കഴിയും. യഥാർത്ഥ ആത്മീയ ഉണർവ് പാവബോധത്തോടെയുള്ള മടങ്ങിവരവാണ്. പാളയത്തിൽ പാവമുണ്ടെങ്കിൽ ഹായയുടെ മുമ്പിൽ തോറ്റ് ഓടേണ്ടി വരും. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 4-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിന് ആഹാന്യ പാപങ്ങളെ ഏറ്റുപറയേണ്ടത് അനിവാര്യമായിരിക്കുന്നു. യെരിഹോ മതിലിടിക്കുവാൻ ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. വിശ്വാസത്താൽ അവർ പട്ടണത്തെ ചുറ്റി നടക്കുകയും പുരോഹിതന്മാർ കാഹളം നീട്ടി ഊതുകയും ചെയ്താൽ മതിയായിരുന്നു. കാഹളം നീട്ടി ഊതിയപ്പോൾ ജനം ആർപ്പിട്ടു, മതിൽ വീണു. അടച്ച് ഉറപ്പാക്കിയ പട്ടണത്തിൻ്റെ മതിൽ ശക്തമായിരുന്നു. വിശ്വാസത്താൽ അവർ ആർപ്പിട്ടപ്പോൾ മതിലിടിക്കുവാൻ ദൈവം മതിയായവനായി. ആത്മീയ ഉണർവ് ഇന്ന് അനിവാര്യമാണ്. അതിന് തടസ്സമായിരിക്കുന്ന മതിലുകൾ ഇടിക്കുവാൻ നാം ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കേണ്ടിയിരിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ ആത്മീയ ഉണർവ് ഉണ്ടാകുന്നത്. FC മേയർ എന്ന കർത്തദാസൻ വെയിൽസ് സന്ദർശിക്കുകയും ഉണർവുണ്ടാകും വരെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ ജനത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. അന്നത്തെ പ്രസംഗം കേട്ടവരിൽ ഈവാൻ റോബർട്ട്സ് എന്ന വിദ്യാർത്ഥി പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനം സ്വീകരിച്ചു. 13 വർഷക്കാലം അവൻ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. അന്നത്തെ പ്രാർത്ഥനാ യോഗങ്ങളിൽ യേശുവേ, നിന്റെ പാദത്തിങ്കൽ എന്നെ അധികമായി താഴ്ത്തണമെന്നുള്ള പല്ലവിയാണ് ജനം ആലപിച്ചുകൊണ്ട് ഇരുന്നത്. മഹാസമുദ്രം പോലെയുള്ള ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെയും യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മഹായാഗത്തെയും അവിടുത്തെ മരണത്തിൻ്റെ മഹാബലിയെയും കുറിച്ചുള്ള അത്യഗാധമായ വെളിപ്പാട് ഈവാൻസിന് ലഭിച്ചു. തൻ്റെ അയോഗ്യതയെക്കുറിച്ചും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുമുള്ള ഹൃദയഭാരം നിമിത്തം അവൻ പഠനം നിർത്തി ഭവനത്തിലേക്ക് മടങ്ങി. ഈവാൻസ് ആരംഭിച്ച പ്രാർത്ഥനാ കൂട്ടങ്ങളിലേക്ക് ജനം ഒഴുകുവാൻ തുടങ്ങി. അവിടെ ഹൃദയം ഉണർവിനായി ഒരുക്കപ്പെട്ടു. ശക്തിയേറിയ പാപവും നിമിത്തം കരുണയ്ക്ക് വേണ്ടിയുള്ള ജനത്തിൻ്റെ നിലവിളി സ്വർഗത്തിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. എല്ലാ പാപങ്ങളും ഏറ്റുപറയുവാനും സംശയാസ്പദമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാനും യേശുക്രിസ്തുവിനെ എല്ലായിടത്തും സാക്ഷീകരിക്കുവാനും ഈവാൻസ് ജനത്തെ ആഹ്വാനം ചെയ്തു. ഉണർവിൻ്റെ ആദ്യ ആഴ്ചകളിൽ 30,000-ഓളം പേർ രക്ഷയിലേക്ക് കടന്നു വന്നു. ഉണർവിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഇംഗ്ലണ്ടിൽ നിന്നും 2 വിശ്വാസികൾ വെയിൽസിലെത്തി. ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു പോലീസുകാരനെ അവർ കണ്ടു. അയാൾ പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവർ അയാളോട് ഉണർവ് നടക്കുന്ന എവിടെയാണ് എന്ന് ചോദിച്ചു. ഉണർവ്? അയാൾ തൻ്റെ വലതുകരം സ്വന്തം മാറിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഉണർവ് അത് ഇവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, ഉണർവിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഉണർവിനായി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഉണർവിനായുള്ള വില കൊടുക്കുവാൻ നാം ഒരുക്കമാണോ? ഏത് നിമിഷത്തിലും അതുണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കുക. ഒരു വലിയ മഴയുടെ മുഴക്കം നാം കേൾക്കണം. ആ ഉണർവിൽ നിന്ന് സത്യത്തെ സ്നേഹിക്കുന്നവരും കർത്താവിനെ സ്നേഹിക്കുന്നവരും പുറത്തു വരേണ്ടത് ആവശ്യമാണ്. ഇനിയും ഒരു ഉണർവ് ഉണ്ടാകുന്നില്ലെങ്കിൽ ദൈവസഭയുടെ തീജാല കെട്ടുപോകും, കരിന്തിരി കത്തും. ഒരു ഉണർവിനായി ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കുക. പാപത്താൽ മലിനപ്പെട്ട ലോകത്തിന് മാറ്റം വരുവാനും ആത്മീയ ഉറക്കത്തിലായിരിക്കുന്ന സഭ ഉണരുവാനും ഇതുമാത്രമാണ് പ്രതിവിധി. എവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ അവിടെ ദൈവം ഉണർവിനെ അയക്കും. അത് മുഖാന്തരം അനേകർ സ്വർഗത്തിൻ്റെ അവകാശികളായിട്ട് തീരും.